പോലീസ് സേനയിലെ സമർത്ഥനായ ഒരു കുറ്റാന്വേഷകൻ എന്ന് പേരെടുത്തയാളാണ് മുൻ ഡിവൈഎസ്പി PU മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പിൽ നിന്ന് കടം കൊണ്ടതാണ് ഈ സംഭവകഥ. കൊച്ചിയിലെ ആദ്യത്തെ കസ്റ്റഡി മരണത്തെക്കുറിച്ചാണ് അദ്ദേഹം കേരള ശബ്ദത്തിൽ എഴുതിയിരിക്കുന്നത്. 1978 സംഭവം നടക്കുന്നത്. അന്ന് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ പ്രിൻസിപ്പൽ SI ആയിരുന്നു PU മുഹമ്മദ് ബഷീർ. അന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പോലീസ് സ്റ്റേഷനായിരുന്നു സെൻട്രൽ പോലീസ് സ്റ്റേഷൻ. അന്നവിടെ സർക്കിൾ ഇൻസ്പെക്ടർ ഇല്ല, പകരം പ്രിൻസിപ്പൽ SI ആണുള്ളത്. ഈ പ്രിൻസിപ്പൽ SIയുടെ കീഴിൽ 5 SIമാരുണ്ടാകും. V. ജോസഫ് തോമസ് ആയിരുന്നു അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ. പിന്നീട് അദ്ദേഹം DGP ആയി വിരമിച്ചു. ഇനി സംഭവത്തിലേക്ക്. എറണാകുളം നഗരത്തിൽ മോഷണങ്ങൾ വർദ്ധിച്ചു വരുന്നൊരു കാലമായിരുന്നു അത്. എല്ലാ ദിവസവും നഗരത്തിൽ എവിടെയെങ്കിലുമൊക്കെ മോഷണങ്ങൾ നടക്കും. പോലീസ് എത്ര കിണഞ്ഞു പരിശ്രമിച്ചിട്ടും കള്ളനെ പിടികൂടാൻ കഴിഞ്ഞില്ല. ഇത് പോലീസിന് വെല്ലുവിളിയായി. അങ്ങനെ പോലീസ് അന്വേഷണത്തിനായി സിറ്റി ക്രൈം വിംഗ് എന്നൊരു പ്രത്യേക ടീമുണ്ടാക്കി. ഈ ടീമിലെ അംഗങ്ങൾ പല സംഘങ്ങളായി തിരിഞ്ഞ് നഗരത്തിൽ പട്രോളിംഗ് ശക്തമാക്കി. നഗരത്തിൻ്റെ മുക്കും മൂലയും അവർ അരിച്ചുപെറുക്കി. ഇവരുടെ പട്രോളിംഗ് തന്നെ ഒരു പ്രത്യേക രീതിയിലായിരുന്നു. പട്രോളിങ്ങിന് പോലീസ് വാഹനം ഉപയോഗിക്കില്ല, പകരം സ്വകാര്യ വാഹനങ്ങളിലോ ഓട്ടോറിക്ഷകളിലോ യൂണിഫോമിലല്ലാതെയാണ് പട്രോളിംഗ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും യാതൊരു സംശയവും ഉണ്ടാകാത്ത തരത്തിൽ എവിടെയും കടന്നു ചെല്ലാൻ ഇവർക്ക് കഴിയുമായിരുന്നു. എങ്ങനെയും നഗരത്തിലെ മോഷണങ്ങൾക്ക് അറുതി വരുത്തണം എന്ന ലക്ഷ്യത്തോടെ ടീം അംഗങ്ങൾ രാവിനെ പകലാക്കി ഊർജിതമായി അന്വേഷണം നടത്തി. ഒരു ദിവസം എല്ലാവരും പതിവ് പോലെ പട്രോളിങ്ങിന് ഇറങ്ങി. പ്രിൻസിപ്പൽ SI മുഹമ്മദ് ബഷീറും ഹെഡ് കോൺസ്റ്റബിൾ രാധാകൃഷ്ണനും കോൺസ്റ്റബിൾമാരായ കരുണാകരനും ജോസും ചേർന്നതായിരുന്നു ആ പട്രോൾ സംഘം. സ്പെഷ്യൽ സ്ക്വാഡിലുണ്ടായിരുന്ന രാധാകൃഷ്ണന് ഏറെക്കുറെയുള്ള കള്ളന്മാരെയൊക്കെ അറിയാമായിരുന്നു. പ്രൊഫഷണൽ കള്ളന്മാരുടെ രീതിയൊക്കെ രാധാകൃഷ്ണന് നന്നായി അറിയാം. നഗരത്തിലെ ഓരോ സ്ഥലങ്ങളും പരിശോധന നടത്തിയ പട്രോളിംഗ് സംഘം ഒടുവിൽ രവിപുരം ക്ഷേത്രത്തിനടുത്തെത്തി. ഒരു ഓട്ടോയിലായിരുന്നു ഇവരുടെ യാത്ര. സമയം വെളുപ്പിന് 3:30 മണിയായി. രവിപുരം ദീപ തിയേറ്ററിനടുത്ത് ഒരു ചായക്കട തുറന്നിരിപ്പുണ്ടായിരുന്നു. ഉറക്കക്ഷീണം മാറ്റാനായി ഒരു ചായ കുടിച്ചിട്ട് വരാമെന്ന് പട്രോളിംഗ് സംഘം കരുതി. ഓട്ടോറിക്ഷക്കാരനെ വിളിച്ചപ്പോൾ അയാൾക്ക് ചായ വേണ്ടെന്ന് പറഞ്ഞു. വേണ്ടെങ്കിൽ വേണ്ട, സംശയാസ്പദമായി ആരെയെങ്കിലും കാണുകയാണെങ്കിൽ തങ്ങളെ വിളിക്കണമെന്ന് ഓട്ടോക്കാരനെ പറഞ്ഞേൽപ്പിച്ചിട്ട് പട്രോളിംഗ് സംഘം ചായക്കടയിലേക്ക് പോയി. ചായ കുടിച്ച് 10 മിനിറ്റിന് ശേഷം അവർ മടങ്ങിയെത്തുകയും ചെയ്തു. അപ്പോഴാണ് ഓട്ടോക്കാരൻ പറഞ്ഞത്, പോലീസുകാർ ചായ കുടിക്കാൻ പോയ സമയത്ത് ഒരാൾ വന്ന് ബസ് സ്റ്റാൻഡിലേക്ക് ഓട്ടം പോകാമോ എന്ന് ചോദിച്ചത്രേ. വെളുപ്പിന് 3 മണി സമയത്ത് ബസ്സില്ലാത്തത് കൊണ്ട് ദൂര സ്ഥലത്തേക്ക് പോകുന്നവർ ബസ് സ്റ്റാൻഡിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കുമൊക്കെ പോകാൻ ഓട്ടോറിക്ഷയെ ആശ്രയിക്കാറുണ്ട്. അങ്ങനെ ആരെങ്കിലും ആയിരിക്കുമെന്നാണ് പോലീസ് ആദ്യം കരുതിയത്. പക്ഷേ പ്രിൻസിപ്പൽ SI മുഹമ്മദ് ബഷീറിന് ഒരു സംശയം. അദ്ദേഹം ഓട്ടം വിളിക്കാൻ വന്നയാൾ എങ്ങോട്ടാണ് പോയതെന്ന് ഓട്ടോറിക്ഷ ഡ്രൈവറോട് തിരക്കി. വളഞ്ഞമ്പലം ജംഗ്ഷനിലേക്കാണ് അയാൾ നടന്നു പോയതെന്ന് ഓട്ടോറിക്ഷക്കാരൻ മറുപടി പറഞ്ഞു. പട്രോളിംഗ് സംഘം നേരെ വളഞ്ഞമ്പലം ഭാഗത്തേക്ക് വിട്ടു. കുറച്ചു ദൂരം ചെന്നപ്പോഴേക്കും മുണ്ടും കറുത്ത ബനിയനുമിട്ട ഒരാൾ നടന്നു പോകുന്നത് കണ്ടു. അയാളുടെ അടുത്തേക്ക് വണ്ടി നിർത്താൻ SI ഓട്ടോറിക്ഷക്കാരനോട് പറഞ്ഞു. ഓട്ടോ അയാളുടെ അടുത്ത് നിർത്തി. അയാൾ അമ്പരന്ന് വണ്ടിക്കുള്ളിലേക്ക് നോക്കി. യൂണിഫോമിലല്ലാത്തത് കൊണ്ട് അകത്ത് പോലീസുകാരാണെന്ന് അയാൾക്ക് മനസ്സിലായില്ല. ഈ സമയത്ത് എവിടെ പോയതാണെന്ന് പോലീസുകാർ അയാളോട് അന്വേഷിച്ചു. തൻ്റെ ഒരു ബന്ധു മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണെന്നും അയാളെ കാണാൻ വന്നതാണെന്നും താമസിച്ചതുകൊണ്ട് ഹോസ്പിറ്റലിൻ്റെ വരാന്തയിൽ കിടന്നുറങ്ങിയെന്നും ഇപ്പോൾ വാച്ച്മാൻ ഇറക്കി വിട്ടതുകൊണ്ട് വീട്ടിലേക്ക് പോകാനുള്ള ബസ് കയറാൻ സ്റ്റാൻഡിലേക്ക് പോകുകയാണെന്നും അയാൾ മറുപടി നൽകി. പറഞ്ഞതൊക്കെ വിശ്വസനീയമായിട്ട് തന്നെയാണ്. എങ്കിലും SIക്ക് എന്തോ പന്തികേട് തോന്നി. ഇയാൾ പറഞ്ഞത് ശരിയാണോ എന്നറിയണമല്ലോ. വണ്ടി നേരെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് വിടാൻ SI മുഹമ്മദ് ബഷീർ ഓട്ടോക്കാരനോട് പറഞ്ഞു. അയാളെയും കയറ്റി ഓട്ടോ നേരെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് വിട്ടു. പോകുന്ന വഴി ഹെഡ് കോൺസ്റ്റബിൾ രാധാകൃഷ്ണന് എന്തോ ഒരു സംശയം. അദ്ദേഹം മറ്റേയാളുടെ മുഖത്തേക്ക് ടോർച്ചടിച്ചു നോക്കി. പെട്ടെന്ന് രാധാകൃഷ്ണന് ഒരു തിരിച്ചറിവുണ്ടായി. നീ അയ്യപ്പനല്ലേടാ എന്ന് രാധാകൃഷ്ണൻ അയാളോട് ചോദിച്ചു. ചോദ്യം കേട്ടതും അയാളൊന്ന് പരിങ്ങി. പക്ഷേ താൻ അയ്യപ്പനാണെന്ന് സമ്മതിച്ചു കൊടുക്കാൻ അയാൾ തയ്യാറായില്ല. ഞാൻ അയ്യപ്പനല്ല എന്ന് അയാൾ കട്ടായം പറഞ്ഞു. എനിക്ക് നിന്നെ നന്നായി അറിയാം, നീ എന്നെ അറിയുമോ എന്നൊന്ന് നോക്ക് എന്ന് പറഞ്ഞ് രാധാകൃഷ്ണൻ സ്വന്തം മുഖത്തേക്ക് ടോർച്ച് അടിച്ചു കാണിച്ചു. അതോടെ മറ്റേയാളുടെ മുഖം കടലാസ് പോലെ വിളറി. അയാളാകെ പരിഭ്രാന്തനായി. താൻ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയതോടെ അയാൾ താൻ അയ്യപ്പൻ തന്നെയാണെന്ന് സമ്മതിച്ചു. അതെ, കുപ്രസിദ്ധ മോഷ്ടാവായ കള്ളൻ അയ്യപ്പനായിരുന്നു അത്. പലതവണ അയ്യപ്പൻ രാധാകൃഷ്ണന്റെ പിടിയിലായിട്ടുണ്ട്. എന്തായാലും രാധാകൃഷ്ണൻ തിരിച്ചറിഞ്ഞതോടെ അയ്യപ്പൻ കൂടുതൽ തർക്കത്തിനൊന്നും തയ്യാറായില്ല. അപ്പോഴേക്കും ഓട്ടോറിക്ഷ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു. അവിടെ എത്തി അന്വേഷിച്ചപ്പോൾ അയ്യപ്പൻ പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് പോലീസുകാർക്ക് മനസ്സിലായി. അയാളുടെ ബന്ധുക്കൾ ആരും തന്നെ ആശുപത്രിയിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അയ്യപ്പനെയും കൊണ്ട് പട്രോളിംഗ് സംഘം സ്റ്റേഷനിലേക്ക് തിരിച്ചു. താൻ ഒരു പൊതി ആശുപത്രിയിൽ മറന്നു വെച്ചിട്ടുണ്ടെന്ന് പോകുന്ന വഴി അയ്യപ്പൻ പോലീസുകാരോട് പറഞ്ഞു.
അങ്ങനെ ഓട്ടോറിക്ഷ തിരിച്ച് വീണ്ടും ആശുപത്രിയിലെത്തി. അയാൾ പറഞ്ഞത് സത്യമായിരുന്നു. അയാളെ പോലീസ് കൊണ്ടുവന്നിരുത്തിയ ബെഞ്ചിൽ ഒരു പൊതി ഇരിപ്പുണ്ടായിരുന്നു. പോലീസുകാർ ആ പൊതിയെടുത്ത് അഴിച്ചു നോക്കി. അതിനുള്ളിൽ സ്വർണ്ണാഭരണങ്ങളായിരുന്നു. 2 മാലകളും 4-5 വളകളും ആ പൊതിക്കുള്ളിൽ ഉണ്ടായിരുന്നു. പോലീസ് അയ്യപ്പനോട് കാര്യങ്ങൾ ചോദിച്ചു. മറച്ചു വെച്ചിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായത് കൊണ്ടായിരിക്കണം അയാൾ ഉള്ള കാര്യം തുറന്നങ്ങ് പറഞ്ഞു. എറണാകുളം ഭാരത് ടൂറിസ്റ്റ് ഹോമിനടുത്തുള്ള ഒരു വീട്ടിൽ അയ്യപ്പൻ കുറച്ചു മുമ്പ് കവർച്ച നടത്തി. അവിടെ നിന്ന് മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങളായിരുന്നു അത്. അങ്ങനെ മോഷണം കഴിഞ്ഞ് വരുന്ന വഴിയാണ് അയ്യപ്പൻ പോലീസുകാരുടെ കയ്യിൽപ്പെട്ടത്. SI മുഹമ്മദ് ബഷീറും സംഘവും അയ്യപ്പനെയും കൊണ്ട് അയാൾ പറഞ്ഞതനുസരിച്ച് മോഷണം നടത്തി എന്ന് പറയപ്പെട്ട വീട്ടിലെത്തി. നേരം പുലർന്നു വരുന്നതേയുള്ളൂ. അപ്പോൾ ആ വീട്ടിൽ വെളിച്ചമുണ്ടായിരുന്നു. അറിയപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ വീടായിരുന്നു അത്. വളരെ മാന്യമായി ജീവിക്കുന്ന കുടുംബം. കോളിംഗ് ബെല്ലടിച്ചപ്പോൾ വാതിൽ തുറന്ന വീട്ടുടമസ്ഥനോട് കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന്റെ മറുപടി പോലീസിനെ അമ്പരപ്പിച്ചു കളഞ്ഞു. ആ വീട്ടിൽ അങ്ങനെ ഒരു മോഷണം നടന്നിട്ടില്ല എന്നാണ് വീട്ടുടമസ്ഥൻ പറഞ്ഞത്. അതോടെ പോലീസ് ആശയക്കുഴപ്പത്തിലായി. വീട്ടിലെ മറ്റുള്ളവരെ വിളിച്ചു ചോദിക്കാൻ SI ആവശ്യപ്പെട്ടു. എന്നാൽ വീട്ടുടമസ്ഥൻ പറഞ്ഞത് ആ വീട്ടിൽ താനും തൻ്റെ മകളുമല്ലാതെ മറ്റാരും താമസക്കാരായി ഇല്ല എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചുപോയത്രേ. പുലർച്ചെ ക്ഷേത്രത്തിൽ പോകാൻ ഉണർന്ന് തയ്യാറാകുകയാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. പോലീസ് നിർബന്ധിച്ചപ്പോൾ വീട്ടുടമസ്ഥൻ തൻ്റെ മകളെ വിളിച്ചു. തൻ്റെ അച്ഛൻ പറഞ്ഞത് തന്നെ നഗരത്തിലെ കോളേജ് വിദ്യാർത്ഥിനിയായ മകളും ആവർത്തിച്ചു. ആ ദിവസമെന്നല്ല, ഒരിക്കൽ പോലും അവിടെ മോഷണം നടന്നിട്ടില്ലത്രേ. ഇതോടെ പോലീസ് കള്ളൻ അയ്യപ്പന്റെ കയ്യിൽ നിന്ന് കണ്ടെടുത്ത ആഭരണങ്ങൾ അവരെ കാണിച്ചു. എന്നാൽ അതൊന്നും തങ്ങളുടേതല്ല എന്നവർ തീർത്തു പറഞ്ഞു. അതോടെ പോലീസ് ത്രിശങ്കുവിലായി. സംഭവത്തിൽ എന്തോ ദുരൂഹതയുണ്ടെന്ന് SI മുഹമ്മദ് ബഷീർ ഉറപ്പിച്ചു. തൊണ്ടി മുതൽ ഉടമസ്ഥർ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ കേസ് നിലനിൽക്കൂ. എന്തായാലും അയ്യപ്പനുമായി SIയും സംഘവും സ്റ്റേഷനിലെത്തി. അയ്യപ്പനെ വിശദമായി ചോദ്യം ചെയ്തു. ചില കള്ളന്മാർ പോലീസിനെ വട്ടം കറക്കാനായി മോഷ്ടിച്ച സ്ഥലവും വീടുമൊക്കെ മാറ്റി പറയാറുണ്ട്. എന്നാൽ എങ്ങനെയൊക്കെ മാറ്റിയും മറിച്ചും ചോദിച്ചിട്ടും അയ്യപ്പന് ഒരൊറ്റ മറുപടിയേ ഉണ്ടായിരുന്നുള്ളൂ. താൻ ആ വീട്ടിൽ നിന്നു തന്നെയാണ് മോഷ്ടിച്ചത്. ചോദ്യം ചെയ്യുന്നതിനിടയിൽ താൻ നടത്തിയ പല മോഷണങ്ങളെക്കുറിച്ചും അയ്യപ്പൻ ഏറ്റുപറഞ്ഞു. പോലീസ് അന്വേഷണത്തിൽ അതെല്ലാം സത്യമാണെന്ന് ബോധ്യമാകുകയും ചെയ്തു. കുറെ തൊണ്ടി മുതലുകൾ വീണ്ടെടുക്കാനും സാധിച്ചു. മിക്ക മോഷണ കേസുകളിലെയും പ്രധാന പ്രശ്നം തൊണ്ടി മുതൽ കണ്ടെടുക്കുക എന്നുള്ളതാണ്. ഒന്നുകിൽ കള്ളൻ സത്യം പറയില്ല, അല്ലെങ്കിൽ തൊണ്ടി മുതൽ പല കൈകൾ മറിഞ്ഞുപോയിരിക്കും. ഇനി അതുമല്ലെങ്കിൽ ആഭരണങ്ങൾ ഉരുക്കി സ്വർണ്ണമാക്കിയിട്ടുണ്ടാകും. എന്നാൽ ഇവിടെ വിഷയം അതൊന്നുമല്ലായിരുന്നു. അയ്യപ്പൻ മോഷ്ടിച്ച സ്വർണം 7 പവനോളമുണ്ട്. അതാകട്ടെ തങ്ങളുടേതല്ല എന്നാണ് വീട്ടുടമസ്ഥൻ പറയുന്നത്. അപ്പോൾ ഈ സംഭവത്തിൽ കാര്യമായ എന്തോ ദുരൂഹതയുണ്ടെന്ന് SI മുഹമ്മദ് ബഷീർ ഒന്നുകൂടി ഉറപ്പിച്ചു. ഒരു ദിവസം ഉച്ചയോടടുത്ത നേരം മുഹമ്മദ് ബഷീർ സാധാരണ വേഷത്തിൽ അയ്യപ്പൻ കളവ് നടത്തിയെന്ന് പറയുന്ന ആ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ വീട്ടുടമസ്ഥൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. മകൾ കോളേജിൽ പോയിരിക്കുകയാണ്. മുഹമ്മദ് ബഷീർ വളരെ സൗഹൃദത്തോടെ അദ്ദേഹത്തോട് വിശേഷങ്ങൾ തിരക്കി. ഒരു സഹോദരനെ പോലെ തന്നെ കാണണമെന്നും നടന്നത് എന്താണെന്ന് തന്നോട് പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതോടെ ഉന്നത ഉദ്യോഗസ്ഥനായ ആ വീട്ടുടമസ്ഥന്റെ സകല നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടു. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ആ മനുഷ്യൻ നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞു. കരച്ചിലൊന്ന് അടങ്ങിയപ്പോൾ അദ്ദേഹം അന്ന് നടന്നതെല്ലാം പറഞ്ഞു. ആ വീട്ടിൽ മോഷണം നടന്നു എന്നുള്ളത് സത്യമാണ്. പോലീസ് കാണിച്ച ആഭരണങ്ങളെല്ലാം തങ്ങളുടേതു തന്നെയാണ്. പക്ഷേ അത് സമ്മതിച്ചാൽ താനും തൻ്റെ മകളും കോടതി കയറേണ്ടി വരും. കോടതിയിലെത്തുമ്പോൾ മനസ്സാന്നിധ്യത്തോടെ മറുപടി പറയാൻ തൻ്റെ മകൾക്ക് കഴിയില്ല. കാരണം മോഷണത്തിനിടയിൽ അയ്യപ്പൻ ആ കുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തിരുന്നു. കഠാര കഴുത്തിൽ അമർത്തിപ്പിടിച്ചുകൊണ്ടാണ് അവൻ തൻ്റെ മകളുടെ മാനം കവർന്നത് എന്ന് പറഞ്ഞ് നിർഭാഗ്യവാനായ ആ അച്ഛൻ പൊട്ടിക്കരഞ്ഞു. പിന്നീട് മകളോടും SI സംസാരിച്ചു. പൊട്ടിക്കരയാനല്ലാതെ വ്യക്തമായി ഉത്തരങ്ങൾ നൽകാൻ ആ കുട്ടിക്കും കഴിഞ്ഞില്ല. കരച്ചിലിനിടയിൽ അവൾ ഇങ്ങനെ പറഞ്ഞു: എൻ്റെ മാനം കവർന്ന ആ സ്വർണം എനിക്കിനി വേണ്ട. ഇനി ജീവിതത്തിൽ ഒരിക്കലും ഞാൻ സ്വർണം അണിയുകയുമില്ല. സാറിനോട് ദയ കാണിക്കണം. എന്നെ കോടതി കയറ്റരുത്. ഇനി ജീവിതത്തിൽ ഒരിക്കലും അവൻ്റെ മുഖം കാണാൻ ഇടവരരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇങ്ങനെ ആ പെൺകുട്ടി പറഞ്ഞപ്പോൾ മുഹമ്മദ് ബഷീറിൻ്റെ കണ്ണുകളും നിറഞ്ഞു. അദ്ദേഹം വിങ്ങുന്ന ഹൃദയത്തോടെ ആ വീട്ടിൽ നിന്നിറങ്ങി. ആ കേസ് അവിടം കൊണ്ട് അവസാനിപ്പിക്കാൻ മുഹമ്മദ് ബഷീർ തീരുമാനിച്ചു. കേസ് മുമ്പോട്ട് പോയിട്ടും കാര്യമൊന്നുമില്ല. കോടതിയിൽ ആ അച്ഛനും മകളും സംഭവം നിഷേധിക്കും എന്നുറപ്പാണ്. അതുമാത്രമല്ല, എല്ലാം നഷ്ടപ്പെട്ട ആ പെൺകുട്ടി കോടതി കയറി വക്കീലന്മാരുടെ ക്രൂരമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വന്നാൽ പിന്നീട് ജീവിച്ചിരിക്കുമോ എന്ന് പോലും ഉറപ്പില്ല. അന്വേഷണ ഉദ്യോഗസ്ഥനാണെങ്കിലും മനസാക്ഷിയുടെ കോടതിയെ മറികടക്കാൻ കഴിയില്ലല്ലോ. തൊണ്ടി മുതലുകൾ കണ്ടെടുത്ത മറ്റു കേസുകൾ ചാർജ് ചെയ്ത് പിറ്റേന്ന് അയ്യപ്പനെ കോടതിയിൽ ഹാജരാക്കാൻ തീരുമാനിച്ചിട്ട് മുഹമ്മദ് ബഷീർ തൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് പോയി. ഒന്ന് ഉറക്കം പിടിച്ചു വന്നതേയുള്ളൂ. വാതിലിൽ ആരോ മുട്ടുന്നു. മുഹമ്മദ് ബഷീർ എഴുന്നേറ്റ് വാതിൽ തുറന്നു. ഒരു ഹെഡ് കോൺസ്റ്റബിളാണ്. അയാൾ നന്നായി കിതയ്ക്കുന്നുണ്ടായിരുന്നു. SI കാര്യം തിരക്കി. അയ്യപ്പന്റെ വായിൽ നിന്ന് മഞ്ഞ നിറത്തിലുള്ള പത വരുന്നുണ്ടെന്നും അവൻ വല്ലാതെ അവശനായി സെല്ലിൽ കിടക്കുകയാണെന്നും ഹെഡ് കോൺസ്റ്റബിൾ പറഞ്ഞു. പെട്ടെന്ന് തന്നെ വേഷം മാറി മുഹമ്മദ് ബഷീർ സ്റ്റേഷനിലെത്തി. സെല്ലിൽ അവശനായി കിടക്കുകയാണ് അയ്യപ്പൻ. വിളിച്ചിട്ട് അനക്കമില്ല. വായിൽ നിന്ന് മഞ്ഞ നിറത്തിലുള്ള പത പുറത്തേക്ക് വരുന്നുണ്ട്. SI ഉടനെ തന്നെ GD ചാർജുള്ള പോലീസുകാരനെ വിട്ട് സ്റ്റേഷൻ അടുത്ത് താമസിക്കുന്ന കമ്പൗണ്ടറെ വരുത്തി.
അയാൾ വന്ന് നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് അയ്യപ്പനെ ആശുപത്രിയിൽ എത്തിക്കാൻ പറഞ്ഞു. ഉടൻ തന്നെ പോലീസ് അയ്യപ്പനെ എറണാകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോഴേക്കും അയ്യപ്പൻ മരിച്ചിരുന്നു. ഇക്കാര്യം ഡോക്ടർമാർ സ്ഥിരീകരിച്ചതോടെ പോലീസ് ആശങ്കയിലായി. എന്തായാലും ആ ആശങ്കയ്ക്ക് അവസാനമുണ്ടായത് അയ്യപ്പൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിനു ശേഷമാണ്. അയാൾക്ക് കടുത്ത മഞ്ഞപ്പിത്തമായിരുന്നു. എന്നാൽ മഞ്ഞപ്പിത്തമാണ് മരണകാരണമെന്ന് ആരും വിശ്വസിച്ചില്ല. ഇതൊരു കസ്റ്റഡി മരണമാണെന്ന് വലിയ പ്രാധാന്യത്തോടെ പത്രങ്ങൾ വാർത്ത കൊടുത്തു. അതോടെ അയ്യപ്പൻ്റെ കസ്റ്റഡി മരണം അന്വേഷിക്കണമെന്ന ആവശ്യമുയർന്നു. അയ്യപ്പന് മർദ്ദനമേറ്റിരുന്നോ എന്നുള്ള കാര്യത്തിൽ തനിക്ക് ഉറപ്പില്ല എന്നാണ് മുഹമ്മദ് ബഷീർ പറയുന്നത്. അദ്ദേഹം ക്വാർട്ടേഴ്സിൽ നിന്ന് സ്റ്റേഷനിലെത്തുമ്പോൾ അവിടെ 2 പോലീസുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത്രേ. എന്തായാലും സിറ്റി പോലീസ് കമ്മീഷണർ ജോസഫ് തോമസിന് SI വിശദമായ റിപ്പോർട്ട് നൽകി. കാര്യങ്ങൾ മനസ്സിലായ അദ്ദേഹം കൂടുതൽ നടപടികൾക്ക് മുതിർന്നുമില്ല. കഥ ഇവിടം കൊണ്ടും തീരുന്നില്ല. കാലം കുറെ കഴിഞ്ഞു. പുതിയ മന്ത്രിസഭ കേരളത്തിൽ അധികാരമേറ്റു. അങ്ങനെയിരിക്കെ ഒരു ദിവസം മുഹമ്മദ് ബഷീറിനെ അസിസ്റ്റന്റ് കമ്മീഷണർ വിളിപ്പിച്ചു. മരിച്ച കള്ളൻ അയ്യപ്പൻ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നുവെന്നും അയാളുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാരിന് താല്പര്യമുണ്ടെന്നും അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. അപ്പോഴേക്കും ജോസഫ് തോമസ് മാറി പകരം PR ചന്ദ്രൻ കമ്മീഷണറായി എത്തിയിരുന്നു. ഇതിനിടെ കളക്ടർ KR രാജൻ പോലീസിന് അനുകൂലമായ റിപ്പോർട്ട് സർക്കാരിന് അയച്ചിരുന്നു. എന്തായാലും RDOയെ കൊണ്ട് വിശദമായ അന്വേഷണം നടത്താൻ സർക്കാർ ഉത്തരവിട്ടു. RDOയുടെ അന്വേഷണത്തിൽ അയ്യപ്പന്റെ മൃതദേഹത്തിൽ ചില മുറിവുകൾ ഉണ്ടായിരുന്നതായി കണ്ടെത്തി. അതോടെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു. പിന്നീട് അസിസ്റ്റന്റ് കമ്മീഷണർ ജയരാജ മേനോൻ, സർക്കിൾ ഇൻസ്പെക്ടർ TK രാധാകൃഷ്ണൻ, ഹെഡ് കോൺസ്റ്റബിൾ രാധാകൃഷ്ണൻ എന്നിവരെ പ്രതി ചേർത്ത് ക്രൈംബ്രാഞ്ച് കേസെടുത്തു. കോടതി ഇവർക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്തു. ആ സമയത്ത് SI മുഹമ്മദ് ബഷീർ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നുമില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം ക്രൈംബ്രാഞ്ച് DYSP ബാലഗോപാല മേനോൻ മുഹമ്മദ് ബഷീറിനെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. ഇൻക്വസ്റ്റ് റിപ്പോർട്ട് സാധാരണഗതിയിൽ RDOയാണ് ഹോൾഡ് ചെയ്യേണ്ടത്. എന്നാൽ പരിചയക്കുറവ് കാരണം ഈ കേസിൽ മുഹമ്മദ് ബഷീറാണ് ഇൻക്വസ്റ്റ് ഹോൾഡ് ചെയ്തത്. അത് അദ്ദേഹത്തെ കുഴപ്പത്തിലാക്കുകയും ചെയ്തു. ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയ മുഹമ്മദ് ബഷീറിനോട് DYSP ആവശ്യപ്പെട്ടത് കേസിൽ മാപ്പുസാക്ഷിയാകണമെന്നായിരുന്നു. പക്ഷെ അദ്ദേഹം അതിന് തയ്യാറായില്ല. അയ്യപ്പനെ ആശുപത്രിയിൽ കൊണ്ടുപോകുകയും ഇൻക്വസ്റ്റ് ഹോൾഡ് ചെയ്യുകയും ചെയ്തു എന്നല്ലാതെ അയാളുടെ മരണവുമായി ഒരു തരത്തിലുള്ള ബന്ധവുമില്ലാത്ത താൻ എന്തിനു മാപ്പുസാക്ഷിയാകണമെന്നായിരുന്നു മുഹമ്മദ് ബഷീറിന്റെ ചിന്ത. DYSP എത്ര നിർബന്ധിച്ചിട്ടും അദ്ദേഹം വഴങ്ങിയില്ല. അതോടെ മുഹമ്മദ് ബഷീറിനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് മുഹമ്മദ് ബഷീർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നുമില്ല. കോടതിയിൽ ഹാജരാക്കി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തു. ഒടുവിൽ 5 ദിവസം റിമാൻഡിൽ കഴിഞ്ഞതിനു ശേഷമാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത്. കേസ് കോടതിയിലെത്തി. കേസിൽ 3 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. അന്ന് ലോക്കപ്പിലുണ്ടായിരുന്ന അപ്പു എന്ന പ്രതി അയ്യപ്പനെ SI മുഹമ്മദ് ബഷീർ മർദ്ദിച്ച് കൊല്ലുന്നതിന് താൻ ദൃക്സാക്ഷിയായിരുന്നു എന്ന് മൊഴി നൽകി. എന്നാൽ പോലീസുകാരോട് പ്രതികൾക്ക് വിരോധം തോന്നാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അപ്പുവിൻ്റെ മൊഴി കോടതി പൂർണ്ണമായും മുഖവിലക്കെടുത്തില്ല. മറ്റു 2 സാക്ഷികൾ കമ്മീഷണർ PR ചന്ദ്രനും CI മൊയ്തീൻ കുഞ്ഞു സാഹിബുമായിരുന്നു. ഒരാൾ പ്രതികൂലമായും മറ്റേയാൾ അനുകൂലമായും മൊഴി നൽകി. അതോടെ കേസിൽ നിരപരാധിയാണെന്ന് കണ്ട കോടതി മുഹമ്മദ് ബഷീറിനെ നിരുപാധികം വിട്ടയച്ചു. സസ്പെൻഷനിലായിരുന്ന അദ്ദേഹം പിന്നീട് പ്രമോഷനോടെയാണ് സർവീസിൽ തിരിച്ചെത്തിയത്. ഇതിലെ സത്യവും അസത്യവും എന്തായാലും കള്ളൻ അയ്യപ്പന് അർഹിക്കുന്ന ശിക്ഷ തന്നെ കിട്ടി. ഇന്ന് ആ പെൺകുട്ടി തൻ്റെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ എവിടെയെങ്കിലും ജീവിക്കുന്നുണ്ടാകണം.